ഇരിക്കച്ചാ. അച്ഛാ, അയ്യോ അച്ഛന് ഡസ്റ്റ് അലർജി ഉള്ളതല്ലേ? പൊടി പിടിച്ചിരിക്കുക. ഞാൻ എടുത്തരാ. ഇതെന്തിനാച്ച ഈ ആക്രി സാധനങ്ങളൊക്കെ കട്ടിലിന്റെ അടിയിൽ കൊണ്ടുവച്ചേക്കുന്നത്? ചായ്പിലെങ്ങാനും കൊണ്ടുവച്ചാ പോരെ? അത് പുറത്തു കൊണ്ടുവച്ചിട്ട് ആവശ്യമുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് കളയാൻ സരോജിനോടൊന്ന് പറയണം. ആ ആ ദാ അച്ഛാ. ഓ കിട്ടിയില്ല. ആ ഈ ചാർജറിന്റെ കാര്യമല്ലേ അച്ഛൻ പറഞ്ഞു? ആ ഇത് തന്നെ ഇത് തന്നെ. ഒക്കെ എടുത്ത് വെച്ചേ. അയ്യോ ഇതേ കൈയോടെ എടുത്തങ്ങ് മാറ്റിയേക്ക അച്ഛാ. ആ എല്ലാ പഴയ സാധനങ്ങളും വാരിക്കൂട്ടി വെച്ചേക്ക. അമ്മേ. അയ്യോ മോളെ മോളെടുക്കണ്ട, സരോജനെ വിളിച്ചാ മതി. സാരല്ല അച്ഛാ. അയ്യോ എന്താ മോളെ കാണിക്കുന്നേ? ഈ സമയത്ത് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യോ? അയ്യോ എന്റെ അതൊന്നും കുഴപ്പമില്ല. വേണ്ട മാഷ് ഇത് കണ്ടായിരുന്നില്ലേ? ഭാരം എടുക്കുമ്പോ ഒന്ന് ഉളുക്കിയാ മതി. ഞാൻ സരോജിനെ വിളിക്കാന്ന് പറഞ്ഞതാ. ഷോ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല അച്ഛാ. ആന്റി ഇത് ചൈപ്പിൽ കൊണ്ടുവച്ചേക്ക്. ഞാൻ പിന്നെ വന്നതിലെ സാധനങ്ങൾ മാറ്റി വെച്ചോളാം. ഏതായാലും വലിയൊരു അപകടം ഒഴിവായത്. ആ മക്കൾ ഉണർന്നല്ലോ അച്ഛാ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഓ ഇതിലിനി എന്തൊക്കെയാണോ എന്തോ. തുണിയെല്ലാം കൂടി ചുരുട്ടിക്കൂട്ടി വെച്ചിരിക്കുകയാണല്ലോ. എന്തൊക്കെയാണാവോ ഇതിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്? ഇതൊക്കെ നല്ല തുണികളാണല്ലോ. സരോജിനി. ആ മാഷേ ദാ വരുന്നു. എന്താ മാഷേ? കേട്ടില്ലേ, മക്കള് രണ്ടാളും ഉണർന്ന് കരയാണല്ലോ. ചീരുവിനാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോരാനും പറ്റില്ല. നീ അവർക്ക് പാല് കൊണ്ടുപോയി കൊടുക്കണം. ആ ശരി മാഷേ, ഇപ്പൊ കൊടുക്കാം. അത് കുടിക്കേ. അനു എന്തായി അനു? അവനെ കാണിച്ചിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? നിനക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോ എന്നെ കൂടെ വിളിക്കായിരുന്നില്ലേ? മോന് വലിയ കുഴപ്പമൊന്നുമില്ല ഇന്ദ്രേട്ടാ. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം വന്നതാ. ഇച്ചൂട്ടാ വാ. നീ ഓക്കാനോടാ? ഇനി മഴയത്തൊന്നും ഇറങ്ങി പോകരുത് കേട്ടാ. മഴ നനഞ്ഞ അച്ഛൻ്റെ കയ്യിൽ നിന്ന് നല്ല അടി വാങ്ങിക്കും കേട്ടാ. ആ എന്താനു നിനക്കെന്തോ എന്നോട് പറയാനുള്ളത് പോലെ? ഇന്ദ്രേട്ടൻ അറിയാത്ത കാര്യമൊന്നുമല്ല. രാവിലെ അമ്മ എന്നെ കാണാൻ വന്നിരുന്നു. അമ്മയോ? എന്തിനാ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പ്രതിഭയെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഞാനാണെന്ന് ഇന്ദ്രേട്ടൻ അമ്മയോട് പറഞ്ഞ അമ്മ എന്നെ വന്ന് കാണുമെന്ന് ഇന്ദ്രേട്ടൻ അറിയില്ലേ? അനു നീ എന്തായി പറയുന്നേ? നിന്റെ പേര് ഞാൻ അമ്മയോട് പറഞ്ഞെന്നോ? നമ്മുടെ മോനാണ് സത്യം, ഞാൻ പറഞ്ഞിട്ടില്ല. മതി ഇന്ദ്രേട്ടാ, മോനെ പിടിച്ചിട്ടുള്ള സത്യമൊന്നും വേണ്ട. അല്ലെങ്കിൽ തന്നെ എന്റെ കുഞ്ഞിന് എപ്പോഴും ഓരോ അസുഖങ്ങളാ. ഇവനെങ്കിലും എന്റെ കൂടെ ഇരുന്നോട്ടെ. അനു ഞാൻ നമ്മുടെ മോനെ തൊട്ട് കള്ളസത്യം ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതൊക്കെ പോട്ടെ. അമ്മ വന്നിട്ട് എന്താ പറഞ്ഞത്? വീട്ടിൽ വെച്ച് ബഹളം ഉണ്ടാക്കിയോ? അതൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറയണം? അമ്മയുടെ സ്വഭാവം അറിയാത്ത ആളൊന്നും അല്ലല്ലോ. അവരെന്നെ കുറിച്ച് പറഞ്ഞതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. പക്ഷേ ഇന്ദ്രേട്ടൻ എന്നെ ഒറ്റ കൊടുത്തതാണ് എനിക്ക് വിഷമം. നീ എന്ത് കൈവശം കൊടുത്ത് അവനെ കൂടെ നിർത്താൻ നോക്കിയാലും എന്റെ മോൻ എന്റെ മുന്നിൽ വന്ന് മനസ്സ് തുറക്കുമെന്ന് അവരെന്റെ മുഖത്ത് നോക്കി അഹങ്കാരത്തോടെ പറഞ്ഞത്.
ഇല്ല അനു, ഞാൻ ഉറക്കത്തിൽ പോലും അത് പറഞ്ഞു പോയിട്ടില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇനിയിപ്പോ സത്യനിലൂടെ ചോർന്നായിരിക്കാനാണ് സാധ്യത. സത്യൻ എനിക്കെതിരെ അമ്മയോട് പറയൂ. അവനിപ്പോ പഴയതുപോലൊന്നും അല്ലെന്ന്. അതുകൊണ്ടല്ലേ അവൻ പ്രതിഭയെ അപ്പൊ തന്നെ തിരിച്ച് അവളുടെ വീട്ടിൽ കൊണ്ടാക്കിയത്. ഇന്ദ്രനല്ല, സത്യനാ ഇപ്പൊ അമ്മയുടെ പ്രിയപ്പെട്ട മകൻ. അതല്ലേ പ്രതിഭയെ വീട്ടിൽ നിർത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടും അതനുസരിക്കാതെ അവൻ തിരിച്ചു കൊണ്ട് വിട്ടത്. അവൻ അമ്മയ്ക്ക് വേണ്ടി എന്നെ തോൽപ്പിച്ചത് പോട്ടെ, നിന്നെ ഒറ്റ കൊടുക്കണ്ടായിരുന്നു. സാരമില്ല, അത് പോട്ടെ. ഇന്ദ്രേട്ടനല്ല അത് ചെയ്തെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോ പ്രതിഭയുടെ കാര്യത്തിൽ ഫ്രീ ആയിട്ട് ഇടപെടാലോ. ഒരു തുറന്ന യുദ്ധം അവളിലൂടെ തുടങ്ങിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അമ്മയുടെ മൂത്ത മരുമകളായിരുന്ന എനിക്ക് എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എനിക്കുണ്ടായ ദുരന്തം മറ്റൊരു പെൺകുട്ടിക്കുണ്ടാവാതെ നോക്കേണ്ടത് സ്ത്രീ സമൂഹത്തോട് ഞാൻ കാണിക്കേണ്ട ഒരു കടമ കൂടിയാണല്ലോ. എന്നാ നമുക്ക് ഇറങ്ങിയാലോ? ഇന്ദ്രേട്ടന് ചായ കോഫിയോ മറ്റോ വേണോ? ഏയ് എനിക്ക് വേണ്ട. ബില്ല് കൊടുക്കണ്ടേ? അതൊക്കെ ഞാൻ ആദ്യമേ കൊടുത്തു. നമുക്ക് ഇറങ്ങാം. പോവാം.